എൻ്റെ കുറേ പഴയ നാണയങ്ങളുണ്ട്. ഇത് 1942 ചെമ്പിൻ്റെ ഒരു പൈസയാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് തലയും കിരീടമുള്ളൊരു തലയുള്ളതാണ് ഇട്ടേക്കുന്നത്. ഇത് 1942 പൈസയാണ്. 1962 ഒരു പൈസയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണമായിട്ടുള്ള പൈസയാണ്. ഈ 1962 പൈസ എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥ സ്വർണ്ണം തന്നെ. ഇതുകൊണ്ടോ ഞാനിത് കല്ലിൽ ഉരച്ച് നോക്കിയപ്പോൾ നല്ലത് യഥാർത്ഥ സ്വർണ്ണമായിട്ടിരിക്കുന്നത്. ഇത് 1970 20 പൈസ താമരപ്പൂവിൻ്റെ. ഇത് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ മോതിരം ഉണ്ടാക്കുമായിരുന്നു. ഇത് പിച്ചളയാണ് സംഭവം. ഇത് 1985 10 പൈസയാണ്. ഇത് യഥാർത്ഥത്തിൽ ചെമ്പും പിച്ചളയും കൂടെ ചേർന്നാണ്. ഇത് മോതിരമൊക്കെ ഉണ്ടാക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇതെല്ലാം 10 പൈസയാണ്. ഇത് കല്ലുവെള്ളിയാണ്. 1961 10 പൈസയാണ്. ഇത് 1971 10 പൈസയാണ്. ഇതുകൊണ്ടോ ഇതൊക്കെ 1961 10 പൈസയാണ്. ഇത് 1971 വന്നപ്പോഴത്തേക്ക് ഇത് ചെമ്പായി മാറി. ഇത് 5 പൈസയാണ്. ഇത് ചെമ്പും വെള്ളിയുമാണ്. 3 പൈസയാണ്. 85 25 പൈസകളാണ്. 85 70 1972 25 പൈസ. ഇത് കുറേ ഉണ്ട് കേട്ടോ. 28 1989 5 രൂപയാണ്. ഇത് 1919 5 രൂപയാണ്. 10 പൈസയാണ്. 82 1990 17 1984 ഇന്ദിരാഗാന്ധിയുടെ പൈസ. ആയിരത്തി 1999 5 രൂപ. ഇത് 1990 നമ്മുടെ ഇന്ത്യയുടെ പടവിട്ട രൂപയാണ്. 2 രൂപയാണ്. 8 50 പൈസയാണ്. കണ്ടോ 1968 50 പൈസ. ഇത് കുറേ പൈസ കിടപ്പുണ്ട് കണ്ടോ. ഞാൻ സൂക്ഷിച്ച് വെച്ച കുറേ പൈസകളാണ്. ഇതുണ്ടോ ഇത് പഴയ കാലത്തേക്കുള്ള പൈസകളാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഇതുപോലുള്ള പൈസകളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വിലയുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു. നല്ല വില കിട്ടണ കൊടുത്തേക്കാം. സൂക്ഷിച്ച് വെച്ചത് എൻ്റെ തന്നെയുള്ള പൈസയാണ്. അങ്ങനെ ഇത് പിന്നെ മാർക്കറ്റ് വിലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ വിലയുണ്ടെങ്കിൽ ഞാനിതെല്ലാം കൂടെ കൊടുത്തേക്കാമായിരുന്നു.